ഇന്നാണ് പൂജാ ബമ്പറിൻ്റെ നറുക്കെടുപ്പ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. കഴിഞ്ഞ തവണ ഓണം ബമ്പർ എടുത്തിട്ട് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ കഴിഞ്ഞ തവണ എന്നെ ഉറപ്പിച്ചിരുന്നു പൂജാ ബമ്പർ എടുക്കണമെന്ന്. പൂജാ ബമ്പറിൻ്റെ വില 300 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ഓരോ ടിക്കറ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഓരോ ബമ്പർ എടുക്കുന്ന ആളുടെയും പ്രതീക്ഷ എത്തവണെങ്കിലും അയാൾക്ക് ബമ്പർ അടിക്കുന്നതാണ്. നമുക്ക് ബമ്പർ അടിച്ചില്ലെങ്കിലും എന്തെങ്കിലും ചെറിയ പ്രൈസ് കിട്ടിയാലും സന്തോഷം എന്നുള്ള രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. അങ്ങനെ മനസ്സിൽ വീണ്ടും കൺഫ്യൂഷൻ അടിച്ചു. ഈ നമ്പർ തന്നെ എടുക്കണോ അതോ വേറെ വല്ല നമ്പറുകളും നോക്കണമെന്ന്. അങ്ങനെ വീണ്ടും ആലോചിച്ച് നോക്കിയപ്പോഴാണ് ഈ നമ്പർ തന്നെ മതി, ഈ നമ്പറിലായിരിക്കും എൻ്റെ എന്തെങ്കിലും ഭാഗ്യം, ചെറിയ പ്രൈസ് ആയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ നമ്പർ എടുക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ മനസ്സിലുറപ്പിച്ച് തീരുമാനിച്ച് അത് എടുക്കാന്ന് പറയുമ്പോൾ ചേട്ടൻ ചോദിച്ചു 2 വേണോ? വേണ്ട 1 മതി എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ തന്നെയാണ് ആ ചേട്ടൻ എടുത്തു തന്നത്. അതിനുശേഷം ആ ചേട്ടൻ വീണ്ടും ചോദിച്ചു താഴത്തെ ടിക്കറ്റ് കണ്ടിട്ട്, താഴത്തെ ടിക്കറ്റ് നാളത്തെ ടിക്കറ്റാണ്, അത് വേണോ ചോദിച്ചു. വേണ്ട, ഇതിലാദ്യം ഭാഗ്യം പരീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് മാത്രം എടുത്തിട്ട് ബാക്കി നമ്പറുകളെല്ലാം ജസ്റ്റ് സംശയത്തോടെ ഓരോന്നിങ്ങനെ നോക്കൊണ്ട് നിൽക്കുകയാണ്. അതിലേതെങ്കിലും ഇനി വീഴുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. എടുത്ത ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിലും മറ്റ് ടിക്കറ്റുകളിലേക്കും കണ്ണുണ്ടായിരുന്നു. അങ്ങനെ റിസൾട്ട് നോക്കാമെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആ ചേട്ടൻ്റെ കടയിലേക്ക് തന്നെ വന്നു. അങ്ങനെ ആദ്യത്തെ വരിയിൽ നമ്മൾ കോടിപതിയല്ല എന്ന് മനസ്സിലായി. രണ്ടാമത്തെ വരിയിലും നമ്മളുടെ നമ്പർ കണ്ടില്ല. അങ്ങനെ 3-ാമത്തെ വരി 4-ാമത്തെ വരി ഇങ്ങനെ അരിച്ചു പെറുക്കി നോക്കിയിട്ട് നമ്മളുടെ നമ്പർ 7 കൂടെ കണ്ടില്ല. അങ്ങനെ പതുക്കെ ഓരോന്ന് നോക്കി കണ്ണടരാതെ നോക്കി പോവുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റിൻ്റെ വരിയിലുള്ള ഒരു നമ്പർ കണ്ടുപിടിച്ചത്. അത് പക്ഷേ 1500 ആയിരുന്നു. നമ്മളുടെ കയ്യിലുള്ളത് 1509 അതായിരുന്നു നമ്പർ. അങ്ങനെ പോയി 300-ലെത്തിയപ്പോഴാണ് കണ്ടത് നമ്മുടെ നമ്പർ ഉണ്ട്. അങ്ങനെ ഞാൻ ബമ്പർ അടിച്ച സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ നമ്പർ ഒന്നുകൂടി വിശ്വസിക്കാനാവാണ്ട് ഒത്തു നോക്കി. പക്ഷേ 300 കിട്ടിയുള്ളൂ. പക്ഷേ ബമ്പർ അടിച്ചു എന്നുള്ള ഫീലായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് ബമ്പർ എടുത്തിട്ട് ഈ ചെറിയ പ്രൈസെങ്കിലും പെടുന്നത്. അതെനിക്ക് വലിയ കാര്യമായിരുന്നു, സന്തോഷമായിരുന്നു. ഉടനെ വൈകാതെ തന്നെ ടിക്കറ്റ് എടുത്ത് ചേട്ടൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി കാര്യം അവതരിപ്പിച്ചു. സംഭവം ടിക്കറ്റ് കയ്യിൽ കൊണ്ടു കൊടുത്തതും ചേട്ടന് മനസ്സിലായി അത് ആളുടെ ടിക്കറ്റ് തന്നെയാണെന്ന്. വേറൊന്നും നോക്കാതെ നേരെ ക്യാഷിൻ്റെ ഡ്രോ തുറന്നിട്ട് അതൊന്ന് നമുക്ക് കിട്ടിയ പ്രൈസുള്ള ക്യാഷ് എണ്ണി എടുത്ത് തരികയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട് ഇപ്പം സമാധാനമായില്ലേ കിട്ടിയപ്പോൾ എന്ന് ചോദിക്കണ കണ്ടു. അങ്ങനെ നമുക്ക് കിട്ടിയ 300 രൂപ മൂപ്പര് എണ്ണി തന്നു കയ്യിൽ. ഇത് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ പ്രൈസ് ആയതുകൊണ്ട് വല്ലാത്ത എക്സൈറ്റ്മെൻറ്റും ആയിരുന്നു. ആ ചേട്ടൻ വിറ്റ മറ്റ് ടിക്കറ്റുകളിലും അത്യാവശ്യം പ്രൈസ് ഉണ്ടായിരുന്നു. 5000, 1000, 500 ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിത് കിട്ടിയതിൽ ഞാൻ തൃപ്തനാണ്.